കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുനന്ദയുടെ വീട്ടിൽ പോയി വിവാഹം ആലോചിക്കുന്നതിനെക്കുറിച്ച് നിധി പറഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞ മറുപടിയാണത്. അവൾ പിൻവാതിൽ വഴി തന്നെ ഒളിച്ചും പാത്തും വരുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ സുഭാഷിനും ഇവർക്കുമെതിരെ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ? ഒരു ഫ്രോഡ് ഫാമിലിയാണ്. എൻ്റെ മോളെ കോളേജിൽ പോയി വലിയ ആർക്കിടെക്ചർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. മനുഷ്യരെ നിരീക്ഷിക്കാനുള്ള ബോധം വേണം. അത് നിനക്കില്ല. എടാ പിള്ളേരെ, ഇവളുടെ വാക്കും കേട്ടിട്ട് പോയി നാണം കെടാൻ നിൽക്കണ്ട. ഇവൾക്ക് ആ കുടുംബക്കാരെ അറിയില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇത്രയും പറഞ്ഞ് ഭാസ്കരൻ അകത്തേക്ക് പോയി. നിധി പറഞ്ഞു, അച്ഛൻ പറയുന്നത് കേട്ട് നിങ്ങൾ മനസ്സ് മാറണ്ട. നമുക്കെന്തായാലും പോയി സംസാരിച്ചു വരാം. അങ്ങനെ എല്ലാവരും സുനന്ദയുടെ വീട്ടിലേക്ക് പോകാൻ ഉറപ്പിച്ചു. സുനന്ദയുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ സുനന്ദയുടെ അമ്മ ലളിതയാണ് കതകു തുറന്നത്. നിധിയെ കണ്ടയുടനെ അവർ അടുത്ത് വന്ന് ചോദിച്ചു, ഓ, അന്ന് പോലീസുകാരെയും കൂട്ടി വന്നു. ഇന്നെന്താ കൂടെ പട്ടാളമാണോ? നികേഷും സുധീഷും ഹരീഷും ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കൂടി കണ്ടതും ലളിത ചോദിച്ചു, ഇന്നെന്താ ഉദ്ദേശം? വീട് കയറി വന്ന് ആക്രമിക്കാനാണോ? ഇത് കേട്ട് നിധി പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ. അപ്പോഴേക്കും അകത്തു നിന്ന് സുനന്ദയുടെ അച്ഛൻ ധനശേഖരൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. കുടുംബത്തിന്റെ പേര് കെടുത്താൻ എന്റെ അമ്മ പെറ്റിട്ടൊരുത്തനില്ലേ ഭാസ്കരൻ. അവന്റെ 3 വാനരന്മാരും അതിലൊരുത്തന്റെ കെട്ടിയോളുമാ, ലളിത പറഞ്ഞു. ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ഇത് കേട്ട് നിധി പറഞ്ഞു, അന്നത്തെ ആ പോലീസ് സ്റ്റേഷൻ വിഷയത്തോടെ നിങ്ങളോട് സംസാരിക്കാനേ പാടില്ലെന്ന് തീരുമാനിച്ചതാണ് ഞാൻ, സുനന്ദയുടെ അച്ഛൻ പറഞ്ഞു. ഇത് കേട്ട് സുധീഷും ഹരീഷും നികേഷും അകത്തേക്ക് കയറി വന്നു. അവരോട് സുധീഷ് ചോദിച്ചു, പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പോയത് നിങ്ങളല്ലേ അമ്മാവ? അത് കേട്ടതും ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സുനന്ദയും പുറത്തേക്ക് വന്നു. ഞങ്ങൾ സുനന്ദയുടെ കാര്യം സംസാരിക്കാൻ വന്നതാ. സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ്. സുഭാഷേട്ടന് തിരിച്ചും. അത് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയാ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത്. ഒരു വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ച് ഞങ്ങൾക്ക് വശമില്ല. വിരോധമില്ലെങ്കിൽ നമുക്കകത്തിരുന്ന് സംസാരിച്ചുകൂടെ? നിധി ചോദിച്ചു. ഇവന്മാർക്കോ നാണമില്ല. ഇവന്മാരുടെ കൂടെ ചേർന്ന് നീയും അങ്ങനെയായോ? ഞാൻ എൻ്റെ മോൾക്ക് ദുബായിക്കാരനൊരു ചെറുക്കനെയാ കണ്ടുവച്ചിരിക്കുന്നേ. നല്ല അന്തസ്സും ആഭിജാത്യവുമുള്ള നല്ല തറവാട്ടിൽ പിറന്നൊരുത്തൻ. അങ്ങനെ ഒരു ബന്ധം വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ ഒരു കൊലപ്പുള്ളിയുടെ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നാണോ നീ പറയുന്നത്? ലളിത ചോദിച്ചു. നീ ഒരു പഠിച്ച പെണ്ണാണെന്നാണല്ലോ പറയുന്നത്. നീ ഇവരെയും കൂട്ടി വന്ന് സംസാരിച്ചാല് ധനശേഖരനൊരു കൊലയാളിയുടെ മോളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് കരുതിയോ? ധനശേഖരനും ചോദിച്ചു. ഇവരുടെ അച്ഛനോടുള്ള ദേഷ്യം ഇവരോട് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് സമാധാനത്തോടെ നിങ്ങളുടെ മകളോടൊന്ന് സംസാരിച്ചു നോക്ക്. അവളുടെ മനസ്സ് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ. സുഭാഷേട്ടനോട് അല്പനേരം സംസാരിച്ചു നോക്കൂ. ആ മനസ്സ് എങ്ങനെയുള്ളതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിധി പറയുന്നത് കേട്ട് കമല പറഞ്ഞു, ഇത്തിരി ഉള്ളപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാ ഞാനവനെ. ഇനി നീയായിട്ട് വന്ന് പരിചയപ്പെടുത്തണ്ട. എൻ്റെ മോൾക്ക് ഞാൻ അന്തസ്സുള്ള ആളെയാ കണ്ടുവച്ചിരിക്കുന്നത്. ഇത് കേട്ട് നിധി ചോദിച്ചു, നിങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ? ഇവൾക്ക് ഇഷ്ടമായോന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങളുടെ വാശിക്ക് വേണ്ടി അവളുടെ ജീവിതം കുരുതി കൊടുക്കണോ? ഇത് കേട്ട് കമല ചോദിച്ചു, അവനും അവളും തമ്മിൽ എത്രയാ പ്രായവ്യത്യാസം എന്ന് നിനക്കറിയോ? 12 വയസ്സ്. പണ്ട് ഇവൾ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ വന്ന് തോളത്തെടുത്ത് കൊഞ്ചിക്കുമ്പോഴൊന്നും അവന്റെ ഉള്ളിരിപ്പ് ഇതാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവനെ പണ്ടേ അങ്ങ് തീർത്തേനെ. നിന്നെപ്പോലൊരു പെണ്ണിന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരാൻ നാണമില്ലേ? അതെങ്ങനെയാ? നാണവും മാനവും ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിരുമായിരുന്നില്ലല്ലോ, അല്ലേ? കമല നിധിയോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ മോൾക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ നിധി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഞങ്ങളെയും കൂട്ടി ഇവിടെ വരാൻ കാരണം അതാണ്. ധനശേഖരൻ പറഞ്ഞു. മര്യാദ എന്താണെന്ന് അറിയണമെങ്കിലേ നിങ്ങൾ ഈ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കാനേ പാടില്ലായിരുന്നു. അങ്ങനെ ശബ്ദം ഉയർന്നപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി. നിധിയോടും സുധീഷിനോടും ഹരീഷിനോടും നികേഷിനോടുമായി ചോദിച്ചു, അവർക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നേ? വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ പോകാൻ നോക്ക്. അങ്ങനെ എല്ലാവരും ചേർന്ന് അവരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. ഈ വിവരം ബാലകൃഷ്ണൻ എന്നൊരാൾ പണിക്ക് പോയ സുധീഷിനെ വിളിച്ചറിയിച്ചു. നാണം കെട്ട് തിരിച്ച് വീട്ടിലെത്തിയ നിധിയെയും മറ്റുള്ളവരെയും ഭാസ്കരൻ ചീത്ത പറഞ്ഞു. ഞാൻ രാവിലെ എത്ര തവണ പോകണ്ടെന്ന് പറഞ്ഞതാടാ. നിങ്ങൾക്കത് കേൾക്കാൻ വയ്യ. അതെങ്ങനാ? ഞാൻ പറയുന്നതിന് ഒരു വിലയുമില്ലല്ലോ. എൻ്റെ മോളെ, ആ വീട്ടുകാരും ഞങ്ങൾ തമ്മിലുള്ള പക ഈ ജന്മം തീരാൻ പോകുന്നില്ല. ഈ വീടിനും പറമ്പിനും വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരാ എൻ്റെ ചേട്ടനും പെങ്ങളും. എങ്ങനെയെങ്കിലും ഞാനും എൻ്റെ മക്കളും തെരുവിലേക്ക് ഇറങ്ങിയാൽ മതിയെന്ന് കരുതുന്നവരാ. അവരുടെ വീട്ടിൽ തന്നെ പോയി നാണം കെട്ട് വന്നല്ലോ നിങ്ങൾ. ഭാസ്കരൻ പറയുന്നത് കേട്ട് നിധി പറഞ്ഞു, അതല്ല, സുനന്ദയ്ക്ക് വേറെ വിവാഹം നോക്കുന്നുണ്ട്. അവൾക്കത് ഇഷ്ടമല്ല. എന്നോട് അവൾ തന്നെ അത് പറഞ്ഞപ്പോഴാ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാൻ കരുതിയത്. ഇത് കേട്ട് ഹരീഷ് ഭാസ്കരനോട് ചോദിച്ചു, ഇതിലെന്താ ഇത്ര നാണം കെടാൻ? ഇതിലും നാണം കെടാനുള്ള വകുപ്പ് ഈ വീട്ടിലുണ്ടല്ലോ. അതെ, അവർ ഞങ്ങളെ അപമാനിച്ചതിനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ തന്നെ. നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യം കൊണ്ടും നിങ്ങൾ ജയിലിൽ പോയതുകൊണ്ടാണ് ഞങ്ങളിത് അനുഭവിക്കേണ്ടി വന്നത്, നികേഷ് പറഞ്ഞു.
അപ്പോഴേക്കും സുഭാഷ് അവിടെ എത്തി. എല്ലാവരോടും സുഭാഷ് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ സുനന്ദയുടെ വീട്ടിലേക്ക് പോയോ? നിങ്ങൾ അവിടെ ചെന്ന് ബഹളം വയ്ക്കുന്നത് ഒരാൾ വിളിച്ചു പറഞ്ഞാ ഞാൻ അറിയുന്നേ. മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് സുഭാഷ് ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ അങ്ങോട്ട് പോയേ? നിങ്ങളൊക്കെ കൂടിയിരുന്ന് രഹസ്യം പറയുമ്പോൾ എന്തോ ഒപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷേ ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നോടൊരു വാക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയോ? ഞാൻ പറഞ്ഞോ എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്, അതുകൊണ്ട് പോയി പെണ്ണ് ചോദിക്കാൻ? എന്തിനാടാ എനിക്ക് വേണ്ടി നാണം കെട്ട് വന്നിരിക്കുന്നേ? നിങ്ങളോടൊക്കെ എന്ത് മോശമായിട്ടായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക എന്നെനിക്കറിയാം. ഇതുവരെ എന്നോട് പറയാതെ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല. ഇതെന്താടാ പുതിയൊരു വഴക്കം? ഇത്രയും ചോദിച്ചിട്ട് സുഭാഷ് അകത്തേക്ക് പോയി. അവരിത്രയും മോശമായി പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടാ മതിയായിരുന്നു, നിധി പറഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും നിധിയെ ആശ്വസിപ്പിച്ചു. പിന്നീട് ഒറ്റയ്ക്ക് നിൽക്കുന്ന സുഭാഷിന്റെ അടുത്ത് ചെന്ന് നിധി പറഞ്ഞു, നടന്ന കാര്യങ്ങൾക്ക് അവരാരുമല്ല കാരണം സുഭാഷ് ഏട്ടാ. ഞാൻ പറഞ്ഞിട്ടാ അവരിതൊക്കെ ചെയ്യാൻ നിന്നത്. ഞാനാ അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. തെറ്റെന്റെ ഭാഗത്താണ്. ഇത് കേട്ട് സുഭാഷ് ചോദിച്ചു, നീ എന്തിനാ അവരുടെ ഉമ്മറത്ത് ചെന്ന് നാണം കെടണം? നീയും അവരും കൂടി അവരുടെ വീട്ടിൽ പോയി നാണം കെട്ടല്ലോ എന്നോർത്ത് എനിക്കാണ് വിഷമമായത്. എല്ലാവരും പോയി സംസാരിച്ചാൽ അവരുടെ ഈഗോ ഒഴിവാക്കി അവർ കല്യാണം നടത്തി തന്നാലോ എന്ന് ഞാൻ കരുതി, നിധി പറഞ്ഞു. എനിക്ക് അവളെ ഇഷ്ടമാണ്. അത് ഒളിച്ചു വെക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ നിങ്ങളുടെ കല്യാണത്തിന്റെ പാർട്ടിയുടെ അന്ന് രാത്രി അവൾ നേരിട്ട് വന്ന ഇഷ്ടം എന്നോട് പറഞ്ഞതിന് ശേഷം അതങ്ങനെ എനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റാതെയായി, സുഭാഷ് പറഞ്ഞു. നാളത്തെ എപ്പിസോഡിൽ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സുഭാഷേട്ടന്റെ കല്യാണം നടത്താനാണോ ഇയാൾ ഇങ്ങോട്ട് വന്നത്? ഈ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് ശരിയാക്കാൻ നടന്നാൽ ഇയാൾക്കതിനെ നേരം കാണും. സുഭാഷ് നിധിയോട് സംസാരിക്കുന്നുണ്ട്. നീ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് തന്നെ വലിയ കാര്യമാ. അങ്ങനെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നീ അപമാനിക്കപ്പെടുന്നത് ശരിയാണോ മോളെ? അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബായ്.